ഓട്ടോറിക്ഷ ഇടിച്ച് വയോധികൻ മരിച്ച സംഭവത്തിൽ നിർത്താതെ പോയ ഓട്ടോറിക്ഷ ഡ്രൈവറും വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ റൌഡിയുമായ വിഷ്ണു റിമാൻഡിലായി. ഞായറാഴ്ച വൈകിട്ട് 4:45-ന് 3 മുറി പെട്രോൾ പമ്പിനടുത്തായിരുന്നു സംഭവം. കൊടകര കോടാലി റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന മറ്റത്തൂർ അവിട്ടപ്പള്ളി സ്വദേശി ആട്ടോക്കാരൻ വീട്ടിൽ 68 വയസ്സുള്ള ദേവസിയെയാണ് അതുവഴി വന്ന ഒരു ഓട്ടോ ഇടിച്ച് നിർത്താതെ പോയത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ദേവസി മരിച്ചിരുന്നു. സംഭവത്തിൽ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എടുത്ത കേസിലെ പ്രതിയായ മറ്റത്തൂർ നാടിപ്പാറ സ്വദേശി വടക്കൂട്ട് വീട്ടിൽ 28 വയസ്സുള്ള വിഷ്ണുവിനെയാണ് തൃശൂർ റൂറൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ വിഷ്ണുവിനെ റിമാൻഡ് ചെയ്തു. ദേവസിക്ക് റോഡ് ക്രോസ് ചെയ്യുന്നതിനായി ഒരു ഓട്ടോറിക്ഷ നിർത്തിക്കൊടുത്തപ്പോഴാണ് ദേവസി റോഡ് ക്രോസ് ചെയ്തത്. ഈ സമയം അപകടകരമായ രീതിയിൽ റോഡിലൂടെ വാഹനം ഓടിച്ചാൽ കാൽനടയാത്രക്കാർക്കും മറ്റു വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കും അപകടം പറ്റി മരണം സംഭവിക്കാം എന്നറിവോടെ വിഷ്ണു ഓടിച്ചു വന്ന ഓട്ടോറിക്ഷ ദേവസിയെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം വിഷ്ണു അപകടത്തിൽ പരിക്ക് പറ്റിയ ദേവസിക്ക് വൈദ്യസഹായം നൽകുന്നതായി ശ്രമിക്കാതെ വാഹനം നിർത്താതെ ഓടിച്ചു പോവുകയും സംഭവം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാതെ ഒളിവിൽ പോവുകയുമായിരുന്നു. സംഭവത്തിൽ പരിക്കേറ്റ ദേവസിയെ അതുവഴി വന്ന ബൈക്ക് യാത്രികൻ നൈജോ എന്നയാൾ മറ്റൊരു ഓട്ടോറിക്ഷയിൽ ചികിത്സയ്ക്കായി ആദ്യം കോടാലി ഹെൽത്ത് സെന്ററിൽ എത്തിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ അവിടെ നിന്ന് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മരിച്ചു. സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ള വിഷ്ണു വെള്ളിക്കുളങ്ങര, കൊടകര, പുതുക്കാട് പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം, അടിപിടി, മയക്കുമരുന്ന് കച്ചവടം, മയക്കുമരുന്ന് ഉപയോഗം, ലഹരിക്കടിമപ്പെട്ട് പൊതുസ്ഥലത്ത് പൊതുജനങ്ങളെ ശല്യം ചെയ്യൽ, പൊതുസ്ഥലത്ത് പരസ്യ മദ്യപാനം തുടങ്ങി 12 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്.